യിരെമ്യാവ് അധ്യായം 22. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ യഹൂദാ രാജാവിന്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്ക. ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന യഹൂദാ രാജാവേ, നീയും നിന്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പീൻ. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയുമരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും. ഈ വചനം കേട്ടനുസരിക്കുകയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. യഹൂദാ രാജാവിന്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ ഗിലെയാദും ലെബാനോന്റെ ശിഖരവുമാകുന്നു. എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളുമാക്കും. ഞാൻ ആയുധപാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും. അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കളെ വെട്ടി തീയിലിട്ട് കളയും. അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട്, ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ എന്നുത്തരം പറയുകയും ചെയ്യും. മരിച്ചവനെക്കുറിച്ച് കരയേണ്ട, അവനെക്കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാട് വിട്ടു പോകേണ്ടി വരുന്നവനെക്കുറിച്ച് തന്നെ കരവീൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. തൻ്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോശിയാവിൻ്റെ മകനും യഹൂദാ രാജാവുമായ ശല്ലൂമിനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കും. ഈ ദേശം അവൻ ഇനി കാണുകയുമില്ല. നീതികേടുകൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ചു കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരുകൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ദേവദാരുകൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ? നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ? എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല. അന്ന് അവന് നന്നായിരുന്നു. അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. അന്ന് അവന് നന്നായിരുന്നു. ഇതല്ലയോ എന്നെ അറിയുക എന്നുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിന്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്ക, കുറ്റമില്ലാത്ത രക്തം ചൊരിക, പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ചെല്ലുന്നില്ല. അതുകൊണ്ട് യഹോവ യോശിയാവിൻ്റെ മകനായി യഹൂദാ രാജാവായ യഹോയാക്കീമിനെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവനെക്കുറിച്ച് അവർ അയ്യോ സഹോദര, അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കയില്ല. അവനെക്കുറിച്ച് അയ്യോ തമ്പുരാനെ, അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല. യെരൂശലേമിൻ്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നതുപോലെ അവനെ കുഴിച്ചിടും. ലെബാനോനിൽ കയറിച്ചെന്ന് നിലവിളിക്ക, ബാശാനിൽ നിന്ന് നിന്റെ ശബ്ദമുയർത്തുക, അബാരീമിൽ നിന്ന് നിലവിളിക്ക. നിന്റെ സകല സ്നേഹിതന്മാരും തകർന്നു കിടക്കുന്നുവല്ലോ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും. ദേവദാരുക്കളിന്മേൽ കൂടുവെച്ച്
ലെബാനോനിൽ വസിക്കുന്നവളെ, നിനക്ക് വ്യസനവും നോവ് കിട്ടിയവളെപ്പോലെ വേദനയുമുണ്ടാകുമ്പോൾ നീ എത്ര ഞരങ്ങും എന്നാണ് യഹോയാക്കീമിൻ്റെ മകനായി യഹൂദാ രാജാവായ ഖൊന്യാവ് എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രാമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരിയെറിഞ്ഞു കളയും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസരിൻ്റെ കയ്യിലും കൽദയരുടെ കയ്യിലും തന്നെ. ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മയെയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളയും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദേശത്തേക്ക് അവർ മടങ്ങി വരികയില്ല. ഖൊന്യാവ് എന്ന ഈ ആൾ സാരമില്ല എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞൊരു കലമോ ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവൻ്റെ സന്തതിയെയും ത്യജിച്ച് അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതി എന്ത്? ദേശമേ, 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 യഹോവയുടെ വചനം കേൾക്ക. ഈ ആളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവീൻ. ഇനി ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് യഹൂദയിൽ വാഴുവാൻ അവൻ്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യിരെമ്യാവ് അധ്യായം 23. എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനി പേടിക്കയില്ല, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ചു ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന യഹോവയുടെ അരുളപ്പാട്. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്നു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. പ്രവാചകന്മാരെക്കുറിച്ചുള്ള അരുളപ്പാട്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തവും അവൻ്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയും ആയിരിക്കുന്നു. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു. മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നീരുകെട്ടതുമാകുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴുവഴുപ്പായിരിക്കും. അവർ അതിൽ കാൽ തെറ്റി വീഴും. ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശന കാലം തന്നെ വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഭോഷത്വം കണ്ടിരിക്കുന്നു. അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, എൻ്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞു. യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തൻ്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം
അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരുശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചന സഭയിൽ നിന്നവനാർ? അവൻ്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നവൻ ആർ? യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും. തൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നടത്തി തീരുവോളം യഹോവയുടെ കോപം മാറുകയില്ല. ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കും. ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താൽപ്പര്യം എത്രത്തോളമുണ്ടായിരിക്കും? അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എൻ്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ടു പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിലൊക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ചു വിവരിച്ചു ഭോഷ്ക് കൊണ്ട് വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല. അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. ഈ ജനം ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം അരുളപ്പാട് എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട്, നിങ്ങളാകുന്നു ഭാരം, ഞാൻ നിങ്ങളെ എറിഞ്ഞു കളയും എന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് പറക. പ്രവാചകനോ പുരോഹിതനോ ജനമോ യഹോവയുടെ ഭാരം എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവൻ്റെ ഭവനത്തെയും സന്ദർശിക്കും. യഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്ത് അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയത്രേ ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോടും താന്താൻ്റെ സഹോദരനോടും ചോദിക്കേണ്ടത്. യഹോവയുടെ ഭാരം എന്ന് ഇനി മിണ്ടരുത്, അല്ലെങ്കിൽ അവനവൻ്റെ വാക്ക് അവനവന് ഭാരമായി തീരും. നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ.
യഹോവ നിന്നോട് എന്തുത്തരം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്തരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയത്രേ പ്രവാചകനോട് ചോദിക്കേണ്ടത്. യഹോവയുടെ ഭാരം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ യഹോവയുടെ ഭാരം എന്നീ വാക്ക് പറകൊണ്ട് ഞാൻ നിങ്ങളെ എടുത്തു നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എൻ്റെ മുൻപിൽ നിന്ന് എറിഞ്ഞു കളയും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യനിന്ദയും മറന്നുപോകാത്ത നിത്യലജ്ജയും വരുത്തും. യിരെമ്യാവ് അധ്യായം 24. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെഖൊന്യാവെയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാതവണ്ണം ചീത്തയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളകയില്ല, അവരെ നടും, പറിച്ചു കളകയുമില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. എന്നാൽ യഹൂദ രാജാവായ സിദക്കിയാവേയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച യെരുശലേമിലെ ശേഷിപ്പിനെയും മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാതവണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ ത്യജിച്ച് കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും, ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്ദയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കി തീർക്കും. ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തു നിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും.